ബംഗാൾ അവസാനവട്ട വിധിയെഴുത്തിന് തയ്യാറായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 92% ബംഗാളിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ BJPയും നേർക്കുനേരുള്ള പോരാട്ടം. തൃണമൂൽ കോൺഗ്രസും BJPയും മുഴുവൻ മണ്ഡലങ്ങളിലും കളന്നിറങ്ങിയപ്പോൾ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിയും കോൺഗ്രസും ആവനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്തുള്ള പോരാട്ടത്തിലാണ്. ദേശീയ നേതാക്കന്മാരെല്ലാം ബംഗാളിന്റെ മണ്ണ് ഉഴുതുമറിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാർ മുഴുവൻ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് ഏകോപനം നടത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായിടങ്ങളിലും ഓടിയെത്തുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, വിവിധ BJP സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ BJPക്ക് വേണ്ടി പ്രചരണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് ബംഗാളിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വോട്ടഭ്യർത്ഥിച്ച് പരക്കം പായുന്ന കാഴ്ച ബംഗാളിൽ നിന്ന് കാണാൻ കഴിയുകയാണ്. കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാരെല്ലാം വിവിധ മണ്ഡലങ്ങളിലായി പ്രചരണത്തിനെത്തുകയാണ്. ബംഗാളിൽ കോൺഗ്രസിന്റെ പ്രചരണം നയിക്കുന്നത് മുൻ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്ന ബംഗാൾ രാഷ്ട്രീയത്തിൽ എക്കാലത്തും മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ ശത്രുവായ വ്യക്തിയാണ്. ഇടതുമുന്നണിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ദേശീയ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കന്മാർ ബംഗാളിൽ കാടിളക്കിയുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട വോട്ടുകളിലെ ഒരു പങ്കെങ്കിലും തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെയും CPMന്റെയും സ്വപ്നം. കോൺഗ്രസിന്റെയും സ്വപ്നം അതുതന്നെയാണ്. എന്തായാലും ഇത്തവണ കോൺഗ്രസും ഇടതുമുന്നണിയും ഭരണത്തിലേറില്ല എന്ന് അവരുടെ നേതൃത്വത്തിന് തന്നെ വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് CPMും കോൺഗ്രസുമെങ്കിൽ ബംഗാളിന്റെ ഭരണം തങ്ങളുടെ കൈകളിലെത്തിക്കാനുള്ള പോരാട്ടം നടത്തുകയാണ് BJPയും തൃണമൂൽ കോൺഗ്രസും. സിംഗൂറിലും നന്ദിഗ്രാമിലും ഉണ്ടായ കർഷക പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പും സംസ്ഥാന തരംഗേറിയ കൂട്ടക്കൊലപാതകങ്ങൾ ഉൾപ്പെടെ 34 വർഷക്കാലം ബംഗാൾ അടക്കി ഭരിച്ച CPMന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞെങ്കിൽ 2011 മുതൽ അധികാരത്തിലേറിയ മമതാ ബാനർജി 15 വർഷക്കാലം ബംഗാളിനെ കുരുതിക്കളമാക്കി രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തി, രാഷ്ട്രീയ എതിരാളികളുടെ വീടുകൾ റെയ്ഡ് നടത്തി, രാഷ്ട്രീയ എതിരാളികളായ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച് അവരെ വേട്ടയാടുന്ന മമതാ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള വലിയ വികാരം ബംഗാളിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അലയടിക്കുന്നു എന്നാണ് ബംഗാളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആ ലാഭം കൊയ്യാൻ പോകുന്നത് BJP ആണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത്. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിന് അന്ത്യം കുറിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് അമിത്ഷായാണ്, അത് നരേന്ദ്രമോദിയാണ്, അത് സുവേന്ദു അധികാരിയാണ് എന്നാണ് BJPക്കാർ പറയുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന മമതാ ബാനർജിയുടെ ഗുണ്ടാരാജ് നമുക്ക് ബംഗാളിൽ കാണാൻ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ പ്രവർത്തനത്തിനിറങ്ങിയതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ചേർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ട് ക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തിയത്. മാസങ്ങൾക്ക് മുമ്പാണ് ഒരു MBBS വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവർക്ക് മമതാ സർക്കാർ സംരക്ഷണ കവചമൊരുക്കിയത്. അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ, തൃണമൂൽ ഗുണ്ടകൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അഴിഞ്ഞാടുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് മമതാ ബാനർജി പലപ്പോഴും സ്വീകരിച്ചത്. അവിടെയാണ് കേന്ദ്രസേന വോട്ടർമാരുടെ രക്ഷയ്ക്കെത്തുന്നത്. BJPയുടെ കൃത്യമായ നിലമൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബംഗാളിലെമ്പാടും കേന്ദ്രസേനയെ വിന്യസിച്ച ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്രസേന എത്തിയതോടെ അക്രമങ്ങൾക്കും ബൂത്ത് പിടുത്തത്തിനും അറുതിയുണ്ട് എന്നാണ് ബംഗാളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ തൃണമൂൽ ഇതര വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കേന്ദ്ര സേനയുടെ സുരക്ഷ സന്നാഹത്തോടു കൂടിയാണ് ബംഗാൾ വോട്ടെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പും ആ രൂപത്തിൽ തന്നെയാണ്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരെ ബൂത്തിലെത്താൻ അനുവദിക്കാത്ത സാഹചര്യം, ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം, അതൊന്നും ഇത്തവണ ബംഗാളിൽ വലിയ തോതിൽ വിലപ്പോയില്ല. കേന്ദ്രസേനയുടെ സുരക്ഷയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബംഗാളിന്റെ ചിത്രം ഇത്തവണ മാറുമെന്ന് തന്നെയാണ് ഡൽഹിയിൽ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.